കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ നേപ്പാളിൻ്റെ അവസ്ഥയാണ്. ഞാനടക്കമുള്ള 90s കിഡ്സ് ഇപ്പോഴും ജെൻസി ക്രൗഡിനെ നോക്കിയിട്ട് ഇവന്മാരെന്തോന്നടേ, ഇവന്മാർക്ക് ഒരു നൊസ്റ്റും ഇല്ല ഈ പറഞ്ഞ ടെക്നോളജിയുടെ ഒപ്പം ഇൻ്റർനെറ്റിൻ്റെ ഒപ്പം അങ്ങനെ അങ്ങോട്ട് വളർന്നു. ഫുൾ ടൈം സോഷ്യൽ മീഡിയ അങ്ങനെ ഇങ്ങനെ ഉള്ള ക്രിറ്റിസിസം പല രീതിയിൽ പല സമയങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്കീമാണ്, മനസ്സിലായോ? ബട്ട് നേപ്പാളിലേക്ക് നോക്കുമ്പോൾ they have done a big thing, okay? Because സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഞങ്ങൾക്ക് ഇറങ്ങി പണിയാനും പറ്റും എന്നുള്ള രീതിക്ക് ഇവർ ഒരു പ്രൊട്ടസ്റ്റ് അങ്ങോട്ട് തൊടുത്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നേപ്പാളിൽ സംഭവിക്കുന്നത് എന്ത് സംസാരിക്കണ്ടേ? ബിക്കോസ് സോഷ്യൽ മീഡിയ ബാൻ കാരണം ഉണ്ടായ ഒരു വലിയ പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലും ഇത് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. ജെൻസി ക്രൗഡിൻ്റെ അവരുടെ ആദ്യത്തെ ഏറ്റവും വലിയ ഒരു റവല്യൂഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടും ഈ സംഗതി ഭയങ്കരമായിട്ട് ഡിസ്കഷനിൽ വരുന്നുണ്ട്. ഫോർ മീ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലൊക്കെ സംഭവിച്ച പോലെ അതൊക്കെ ഒരു സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ആയിട്ടായിരുന്നു പോർട്രേറ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ലൈക്ക് ജെൻസി എന്നുള്ളൊരു പേര് ഇതിന് വന്നു എന്നുള്ളൂ. ഓക്കെ, ഇവിടെയും സ്റ്റുഡൻസും അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ക്രൗഡ് തന്നെയാണ്. ബൈ ദ വേ ജെൻസി ഇൻ ദ സെൻസ് 1995, 96, 97 മുതൽ പിന്നെ അങ്ങോട്ട് 2015 വരെ അതിനിടയിൽ, അതായത് സോഷ്യൽ മീഡിയയുടെയും പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ ആക്സസ്സിൽ അങ്ങോട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു കൂട്ടം ആളുകൾ. ഓക്കെ, ആ ഒരു ജനറേഷൻ ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ അങ്ങനെയൊക്കെയാണ്. പിന്നുള്ളത് പിന്നെ 2K കിഡ്സാണ്, അവർ വേറൊരു കാറ്റഗറിയാണ്. ബട്ട് ഒരു കാറ്റഗറീനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ്, ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ നേപ്പാൾ എന്നുള്ളത് ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ പരിപാടികൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആഭ്യന്തര ഈ ഒരു സംഘർഷം വരാൻ തന്നെ കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. അവിടെ 3 പ്രധാനപ്പെട്ട പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങിയും കുത്തിയിട്ടാണ് രാജഭരണം കഴിഞ്ഞതിന് ശേഷം, അവിടെ ഡെമോക്രസി വന്നതിന് ശേഷം ബേസിക്കലി അവിടുത്തെ ഗവൺമെൻറ്റുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അവിടെ മാവോയിസ്റ്റ് പാർട്ടി ഉണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും ചെയ്യും കുത്തും ചെയ്യും. ഇതാണ് 2008 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നേപ്പാളിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ. ഒരു സ്റ്റേബിൾ എക്കോണമി അല്ലെങ്കിൽ സ്റ്റേബിൾ രാഷ്ട്രീയം ഒന്നുമല്ല അവിടെ. ടൂറിസം ഉണ്ട്, ദാറ്റ്സ് ഇറ്റ്. അല്ലാത്ത പക്ഷം നോക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ കൂടുതലായിട്ട് വേറെ രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു. ഈവൻ വന്നിട്ടുള്ള പല ഗവൺമെൻറ്റുകളാണെന്നുണ്ടെങ്കിലും അവരുടെ നെപ്പോസിനെ കൊണ്ടുപോയിട്ട് പല സ്ഥാനങ്ങളിലും കൊണ്ടുപോയി ഇരുത്തുന്നു. പല ടെൻഡറും കോൺട്രാക്റ്റുകളും ഒക്കെ ഈ പറഞ്ഞ നെപ്പോ ആയിട്ട് കറങ്ങുന്നു. ഒക്കെ രാഷ്ട്രീയക്കാരുടെ മാമനും മച്ചാനും മക്കൾക്ക് വേണ്ടി മാത്രമാണ് സംഗതികൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ അവിടെ ഫ്ലെയറപ്പായിട്ട് ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ, ഒരു ഓഡിറ്റ് കൊണ്ടുവരാൻ, ഒരു സെൻസർഷിപ്പ് കൊണ്ടുവരാൻ. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഓക്കെ, പക്ഷെ അവിടെ അത് എസ്കലേറ്റ് ആയത് വേറെ രീതിയിലാണ്. നേപ്പാളിൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറപ്ഷൻ. ഓക്കെ, അവിടെ നടക്കുന്ന, ആ രാജ്യത്ത് നടക്കുന്ന കറപ്ഷൻ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ബാൻ കൊണ്ടുവരികയാണ് അവിടുത്തെ ആ ഒരു ഗവൺമെൻറ് എന്നുള്ള രീതിക്ക്. ഈ സംഗതി ഭയങ്കരമായിട്ട് കാട്ടുതീ മാതിരി പരക്കുന്നു. അതിനുശേഷം എല്ലാവരും തെരുവിലിറങ്ങുന്നു. ഇതാണ് അവിടെ നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇത് കംപ്ലീറ്റ്ലി ഒരു സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻസ് കൊണ്ട് വന്ന വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് കൂടിയുണ്ട്. ഞാൻ നോക്കുമ്പോൾ പല വീഡിയോസിനകത്ത് വെറും സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻസ് കൊണ്ട് മാത്രം ഉണ്ടായൊരു സംഭവമാണ്. അവിടുത്തെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ കുറേ ആളുകൾ ചേർന്നിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റിന് രൂപം കൊടുക്കുന്നു. അത് വേറെ കുറേ ആളുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് ആദ്യം സോഷ്യൽ മീഡിയയിൽ #ബാൻ ബോയ്ക്കോട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് മാത്രമല്ല, അവിടുത്തെ രാഷ്ട്രീയക്കാർ, അവിടുത്തെ ഭരണകൂടം ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള പല പരിപാടികളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് കുറേ കാലമായിട്ട് ഓക്കെ അവിടെ ഇൻസൈഡായിട്ട് കത്തുന്ന പരിപാടികളാണ്. ഓക്കെ, KP ശർമ്മ ഒലി, അതാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. അയാൾ രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട്. കുറേ പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള നേപ്പാൾ പോളിറ്റിക്സ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അത് കുറേ പറയാനുണ്ട്. കാരണം എവറി 1 or 2 ഇയർ അവിടെ ഗവൺമെൻറ് ചേഞ്ച് ആവും, പവർ പൊസിഷനിലുള്ള ആൾക്കാർ മാറും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സിസ്റ്റമുള്ള ഒരു നാട്ടിലെ എക്കോണമിയുടെ അവസ്ഥ എന്തായിരിക്കും? അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയായിരിക്കും? കറപ്ഷൻ്റെ ഒരു ഹൈ റേറ്റ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ജസ്റ്റ് അവരുടെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു ബാനറിൻ്റെ സൈഡ് ഞാനിവിടെ വയ്ക്കാം. കറപ്ഷൻ ആൻഡ് നെപ്പോട്ടിസം, ഇതിലാണ് മെയിൻ വിഷയം സംഭവിക്കുന്നത്. കറപ്ഷൻ ആൻഡ് നെപ്പോട്ടിസം. ഈ കറപ്ഷൻ എന്ന് പറഞ്ഞ കാര്യം, ഇപ്പോൾ നെപ്പോട്ടിസം ഉണ്ടെങ്കിൽ തന്നെ അവിടെ കറപ്ഷൻ എന്താണെങ്കിലും വരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അതായത് ഇവിടെ ഒരു ട്രെൻഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ജെൻസി കിഡ്സിനിടയിൽ അവിടെ രാജ്യത്ത്
ജെൻസി ഗ്രൗണ്ടൊന്നും പണിയില്ല. ബേസിക്കലി പഠിപ്പും വിദ്യാഭ്യാസവും കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ പുറത്ത് രാജ്യങ്ങളിൽ പോയി പണിയെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അവിടുത്തെ രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള ന്യൂജൻ ക്രൗഡ് ഭയങ്കര ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെയും അവിടുത്തെ മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ മക്കളും പേരക്കുട്ടികളൊക്കെ ഭയങ്കരമായിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറിൽ അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഡ്രസ്സിങ്, അവർ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര സംഭവം. ബാക്കി ആ രാജ്യത്തെ പൗരന്മാർ, കുട്ടികൾ, ഈ പറഞ്ഞ യങ് ജനറേഷൻ ഫുൾ സഫർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷൻ അവിടെ വരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് പല പ്ലാറ്റ്ഫോമുകളിൽ വന്നതോടുകൂടി സംഗതികൾ ഫ്ലെയർ അപ്പായി നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷനോടുകൂടി ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സീബ്ര ലൈനിലൂടെ നടന്നു പോയൊരു ജെൻസി കുട്ടീനെ അവിടെ തന്നെ ഒരു പ്രൊവിൻസിലെ മിനിസ്റ്ററിൻ്റെ വണ്ടി ഇടിച്ച് അവർ നിർത്താതെ പോയി. അതിൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഒലി എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ മോശപ്പെട്ടൊരു കമൻറ്റ്, അതായത് സീബ്ര ലൈനാണ് പോയപ്പോൾ വണ്ടി ഇടിക്കുന്നുള്ള രീതിയിലൊരു സംഗതി പറഞ്ഞുകൊണ്ട് കൂടിയിട്ടാണ് ഇവിടെ ഈ സംഗതി ഫ്ലെയർ അപ്പ് ആയി എന്നുള്ളതാണ്. നേപ്പാളിൽ ഒരു 7-8 വർഷമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തി ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്തൊരു ബൈറ്റിൽ പറയുന്നത് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. അത് മാത്രമല്ല, കറപ്ഷനുണ്ട്, നെപ്പോട്ടിസം ഒക്കെ ഇതിനകത്തുണ്ട്. ബട്ട് ദിസ് ഈസ് ഈ എന്താ പറയുക, ജെൻസി ക്രൗഡിനെ ഭ്രാന്ത് പിടിപ്പിക്കാനുണ്ടായ ഈ സോഷ്യൽ മീഡിയ ബാനും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു വലിയ ഇൻസിഡന്റ്. ഇവര് ഒരു 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 ജെൻസി പെൺകുട്ടി സീബ്ര ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രൊവിൻസിലെ മന്ത്രിയുടെ കാർ ഇടിക്കുകയും ആ കാറ് നിർത്താതെ പോവുകയും ചെയ്തു. അപ്പം അത് കുറച്ച് വിവാദമായപ്പോഴത്തേക്കും ഈ പ്രൈം മിനിസ്റ്റർ KP ഒലി വളരെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു, അതിനുവേണ്ടി എന്താണ് ഇത്ര വിവാദം ഉണ്ടാകേണ്ടത്, അതൊരു സാധാരണ ആക്സിഡന്റ് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു സാധാരണ ആക്സിഡന്റ് അല്ലല്ലോ, സീബ്ര ക്രോസിംഗിൽ വണ്ടി ഇടിക്കുന്നു, മിനിസ്റ്ററിന്റെ കാറാണ്, വണ്ടി നിർത്താതെ പോവുക ചെയ്തു. ഇവിടെ ഈ സീബ്ര ക്രോസിംഗ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇവിടെ കാഠ്മണ്ഡുവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴികളിൽ ഹോൺ പോലും അടിക്കാൻ പാടില്ല. അപ്പം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണ്. ശരി, ഇവിടെ ജനങ്ങൾക്കിടയിൽ ഒരു തോന്നലുണ്ട്, കാരണം ഈ നേപ്പാളിലെ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ വയസ്സായ വാർദ്ധക്യം ബാധിച്ച നേതാക്കളുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നതെന്നും അവർ അതിന് പാർട്ടിയിലെ തന്നെ യൂത്ത് ആയിട്ടുള്ളവരെ അവർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഉള്ളൊരു ഇതുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു ഈ യൂത്ത് മൂവ്മെന്റ് വന്നുകൊണ്ടിരുന്നത്. അവരിങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പൊ യൂത്ത് മൂവ്മെന്റ് നേപ്പാളിൽ സംഭവിച്ചു. ഇത് ഏത് രാജ്യത്ത് വേണമെങ്കിൽ സംഭവിക്കാം. നമ്മളെ നാട്ടിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ തന്തവാര് കയറി ഇരുന്നിട്ടാണ്. തന്തവൈവാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ ഉള്ളത്. 1 or 2 ലീഡേഴ്സ് ആർ ഫൈൻ. പക്ഷെ എന്നാലും ഇപ്പോഴും ഇപ്പം ഞാൻ പറയാം, ഒരു ഗവൺമെൻറ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഏജ് ബാർ നിങ്ങൾ നോക്കുക, എത്ര യങ് ആയിട്ടുള്ള ആളുകളുണ്ട്, എത്ര പവർ പൊസിഷനിൽ എത്ര യങ് ആയിട്ടുള്ള ആളുകളുണ്ട്. യങ് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു 25-30 വയസ്സുള്ള ഒരാളെ കൊണ്ടുപോയി വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് നെയിം സ്റ്റേക്ക് സമ്മൺ ലൈക്ക് എന്താ പറയുക, ഒരു 35-45 വയസ്സിൻ്റെ വരെയുള്ള വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ടൈം ഉള്ള കുറച്ച് ആളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്തുകൂടാ. അങ്ങനത്തെ പവർ പൊസിഷനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും കേട്ടില്ല. എപ്പോൾ നോക്കിയാലും ഒരു 75, 80, 90, 80 ഒക്കെ വയസ്സുള്ള ആൾക്കാർ ഇപ്പോഴും നക്കി നിരങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് നിൽക്കാം, കാരണം അവരുടെ അണ്ടറിലുള്ള ഇവിടുത്തെ സിസ്റ്റം റൺ ചെയ്യുന്നത്, ഗവൺമെൻറ് സിസ്റ്റം റൺ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് വന്നു, ആ ഗവൺമെൻറ് മാറിപ്പോയി, അടുത്തൊരു പാർട്ടി ജയിച്ചു, വേറൊരു ഗവൺമെൻറ്. ബട്ട് ദ സിസ്റ്റം റൺസ്, എന്താ പറയുക, ഗവൺമെൻറ് സിസ്റ്റം റൺ ചെയ്യുന്നത് ഒരുപാട് ഓഫീസേഴ്സ്, യങ് ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ കയ്യിലായതുകൊണ്ട് അവർ എസ്കേപ്പ് ചെയ്ത് പോകുന്നു എന്നല്ലാതെ ഇവിടെ യങ് ആയിട്ടുള്ള ഒരു 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 നേതാവിനെ തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടു കിട്ടണമെങ്കിൽ വളരെ പാടല്ലേ, കുറവാണ്, വളരെ കുറവാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിലും ഉണ്ട്. ബട്ട് ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരാണെന്നുണ്ടെങ്കിലും ഇവിടെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും വലിയ രീതിയിൽ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഗുസ്തി താരങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു, പട്ടിപ്പുച്ചവും പരിഹാസമായിരുന്നു. ഇവിടെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്തു, അപ്പോഴും പട്ടിപ്പുച്ചവും പരിഹാസമായിരുന്നു. എന്തിനിവിടെ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടതാണ് എത്ര പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. ഭരണകൂടത്തിൻ്റെ മുകളിലിരിക്കുന്നവർക്ക് ഒരു പരിധി വരെ നിങ്ങളിങ്ങനെ പരിഹസിച്ചും പുച്ഛിച്ചും ഒരു സൊസൈറ്റിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെപ്പോഴെങ്കിലും തിരിച്ചടിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഈ ഒരു നേപ്പാളിലുള്ള കേസ് നിങ്ങൾ ആലോചിക്കും. ഒരു ജെൻസി ക്രൗഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇത്രത്തോളം ഫ്ലെയർ അപ്പ് ആയിരുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, നമുക്കൊരു രാജ്യത്ത് ശരിക്കും നമുക്ക് നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. നമുക്കിവിടെ ഉണ്ട്, പക്ഷേ അത് ലിമിറ്റഡ് ആണെന്ന് ഞാൻ പറയുന്നത്. ഫുൾ ഫ്രീഡം ഒന്നും നമുക്കില്ല. മനസ്സിലായി? ഫുൾ ഫ്രീഡം ഒന്നും നമുക്കില്ല. നമുക്കാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, പരിപാടികളുണ്ട്.
പിന്നെ അതൊക്കെ എന്താ പറയുക, ഈ നേപ്പാൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് വെക്കാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂടെ എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് ഈ സാധനം എടുത്ത് വെക്കാൻ പറ്റും. ബിക്കോസ് അവിടെ പരിപാടികൾ കുറച്ച് കാലമായിട്ട് പ്ലാൻഡ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ്. അതായത് അവിടെ പല ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ പല രീതിയിലുള്ള കറപ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ എന്താ പറയുക ഒരു വലിയ മൊമെൻ്റായിട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വരാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതോടുകൂടി കാര്യങ്ങളുടെ കിടപ്പ് മാറി. ഒന്ന് കമ്മ്യൂണിക്കേഷൻ മാറിപ്പോകും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലൂടെ ഇൻകം റവന്യൂ. ഇപ്പോൾ നേപ്പാളിലൊക്കെ എനിക്ക് തോന്നുന്നു ടൂറിസം ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതൊക്കെ കട്ടാവുകയാണ്. പല പല ആപ്പുകൾ കട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ പൈസ പോവുകയാണ്. അത് എന്താ പറയുക സോഷ്യൽ മീഡിയ വഴി ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ ലൈഫ് ഭയങ്കരമായിട്ട് സ്ട്രഗ്ലിംഗ് ആവും. ആ രാജ്യത്താണെങ്കിൽ വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അങ്ങനത്തെയൊക്കെ അവസ്ഥ വരുമ്പോഴത്തേക്ക് പണി പാളുമല്ലോ. പിന്നെ ഞാൻ കണ്ടു കുറേ ന്യൂസ് ചാനലുകളിൽ ഇതിലൊരു അമേരിക്കൻ എന്തോ പരിപാടി ഉണ്ട്, അമേരിക്കയ്ക്ക് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പോണോടത്തും വരുന്നോടത്തൊക്കെ അമേരിക്കയ്ക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ള ആസ്പെക്റ്റൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെങ്കിലും ഇതെനിക്ക് തോന്നുന്നു അമേരിക്കൻ ഇൻഫ്ലുവൻസർ അങ്ങനത്തെ പരിപാടിയൊന്നും തോന്നുന്നില്ല. ഇത് കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവുന്നത് ഇവിടെയാണ്. അത് കറപ്ഷനാണ് വിഷയം ഇവിടെ. കറപ്ഷൻ ആൻഡ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തൊരു ഒരു രാജ്യം. ആർക്കും ഒരു ഉള്ള പാർട്ടിയിലുള്ള ഒരു മനുഷ്യനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. വന്നവർ സ്വന്തം കുടുംബം നന്നാക്കി വെളുപ്പിച്ച് അതിൽ കുടുംബക്കാരെയും കുട്ടികളൊക്കെ ഗവൺമെൻറ്റിനകത്തും സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കുത്തിക്കയറ്റി. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ആലോചിക്കും ഒരു റീലിൻ്റെയൊക്കെ ഒരു പവർ എന്താണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വിറ്ററിലാണെങ്കിലും റെഡിറ്റിലാണെന്നുണ്ടെങ്കിലും എക്സിലാണെന്നുണ്ടെങ്കിലും പല എക്സ് ആൻഡ് ട്വിറ്റർ ഈസ് സെയിം. ഓക്കെ, അപ്പോൾ ഇത് പല ഹാൻഡിൽസിലാണെങ്കിലും അവിടുത്തെ ടിക്ടോക്ക് എനിക്ക് തോന്നുന്നത് ഇവർ ഈ പറഞ്ഞുള്ള റെഗുലേഷൻസൊക്കെ അംഗീകരിച്ച് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വന്നപ്പോൾ കൂടുതൽ ട്വിറ്ററിലൂടെ പിന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, ആളുകൾ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ജീവിതം മാത്രമല്ല ജെൻസി ഗ്രൗണ്ടിനൊന്നുമുള്ളത്. അവരിവിടുത്തെ പൊളിറ്റിക്സ് നോക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. രാജ്യത്ത് എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഹെവി കറപ്ഷനോ കാര്യങ്ങളോ നടന്നാൽ ദേ ആർ റെഡി. ഇവിടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും റെഡി ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലായോ? അങ്ങനത്തെ സിറ്റുവേഷൻ ഫോർ ദ ടൈം ബീങ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ബട്ട് മുന്നോട്ട് പോകുന്തോറും ഇതൊക്കെ കണ്ടു പഠിക്കണം ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ്. ഇല്ലെങ്കിൽ പണി പാടുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ എന്താ പറയുക, പിന്നെ ഇതിലൊരു കാര്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജെൻസി ക്രൗഡ് ആണെങ്കിൽ പോലും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് പ്രൊട്ടസ്റ്റ് ചെയ്യാം, പക്ഷെ അവരവിടുത്തെ മോൾസ് അടിച്ച് പൊട്ടിക്കുക, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അടിച്ച് പൊട്ടിക്കുക, അവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മോണ്യുമെൻറ്റ്സ് അടിച്ച് പൊട്ടിക്കുക, ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തീയിടുക, ഇങ്ങനത്തെ പരിപാടികൾ, ബാങ്ക് ലൂട്ട് ചെയ്യുക, ബാങ്ക് കുത്തിക്കോറുന്ന സ്വർണവും പൈസയൊക്കെ ആയിട്ട് പോവുക, പ്രിസൺ, ജയിലുകളിൽ നിന്ന് ഈ പറഞ്ഞ കൊടൂരമായിട്ടുള്ള കുറേ എന്താ പറയുക അവർ അകത്താക്കിയിട്ടുള്ള കുറ്റവാളികളൊക്കെ 10,000 പേര് പുറത്തിറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഒരു എന്താ പറയുക പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു രാജ്യം പറ്റെങ്ങനെ കൈവിട്ട് പോയി കറപ്ഷൻ്റെ ഫേസിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ യങ് ജനറേഷൻ അതും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഫേസ് കാണുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാജ്യത്തുള്ള രാഷ്ട്രീയക്കാർ നോക്കി പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ രാജ്യത്തിൽ നാളെ എന്താണ് പള്ളിയും പണിയും തന്നെയാണ് വരാൻ പോണത്. ജെൻസി ക്രൗഡോ 2K ക്രൗഡോ അവിടെ ഏത് യങ് ജനറേഷൻ വിചാരിച്ചാലും ഒരു മാസീവായിട്ടുള്ളൊരു മൊമെൻറ്റ് കൊണ്ടുവരാൻ ഭയങ്കര സുഖമാണ്. പിന്നെ പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ പോലെ തന്തവൈബ് എടുത്ത് മാറ്റണം. അതിനുള്ള സമയമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ രാജ്യത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയി നോക്കിയോ, കേരളത്തിലാണെങ്കിൽ തന്നെ ഈ എല്ലാ പ്രമുഖ പാർട്ടികളും നിങ്ങളെടുത്ത് നോക്കും. യങ് ജനറേഷൻ എത്രത്തോളം ഇവരൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്, അതാണ് ചോദ്യം. ഉണ്ട്, പക്ഷെ അവർക്ക് സ്പേസ് കിട്ടുന്നില്ല. ഒരു പാർട്ടിയിലും യങ് ജനറേഷൻ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്പേസോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ളൊരു വിസിബിലിറ്റിയോ കൊടുക്കുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സ്കീം ഇതിനകത്തുണ്ട്. സോ എന്താണെങ്കിലും നേപ്പാൾ ഈസ് എ ഗുഡ് ലെസൺ. കണ്ടുപഠിച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ നല്ലതാണ്. എന്താണെങ്കിലും ഇനി നേപ്പാളിൽ ഇത് ഒറ്റയടിക്ക് തീരും തോന്നുന്നില്ല. അവിടുത്തെ റെഗുലേഷൻസൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ മുകളിലുള്ളത്. എന്നാലും അവിടുത്തെ ഈ സിറ്റുവേഷൻ സെറ്റിൽ ഡൗൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ഒരു ഗവൺമെൻറ് അവർ കൊണ്ടുവരണം, ഒരു താൽക്കാലിക ഗവൺമെൻറ് കൊണ്ടുവന്ന് ആ രീതിയിൽ കാര്യങ്ങൾ മാറ്റി മറിക്കാനുള്ള ഒരു ശ്രമം ചിലപ്പോൾ ആർമീൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുമായിരിക്കും. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.